അസ്സലാമലൈക്കും. ഇപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിന്ന് കുറേ ബ്ലൗസൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. ഈ ബ്ലൗസുകളൊക്കെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച പിള്ളേർ തയ്ച്ച ബ്ലൗസുകളാണ്. പിള്ളേരെന്ന് പറയുമ്പോൾ കുഞ്ഞു മക്കളൊന്നും ഇല്ല കേട്ടോ. 20, 25, 30, 35, 40, 45, 50, 55, 60, 65 വയസ്സ് വരെയുള്ള പിള്ളേർ എൻ്റെ ക്ലാസ്സിൽ പഠിക്കേണ്ട കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടയർഡ് ഉദ്യോഗസ്ഥരൊക്കെയാണ്. അവർക്കൊരു ഒന്നിൽ ടൈം പാസിന്, അല്ലെങ്കിൽ അവർക്ക് ചെറുപ്പത്തിലേക്ക് ഇപ്പോൾ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അന്നേരം അവരുടെ ജോലി തിരക്ക് മക്കൾ ഒക്കെ കൊണ്ട് പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു ആഗ്രഹത്തിനെ പൊടിതട്ടിയൊക്കെ എടുക്കാനും അവർക്ക് അവരുടേതായിട്ടൊരു ബ്ലൗസ് തയ്ക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ബ്ലൗസോ ചുരിദാറോ എന്താണെങ്കിലും തയ്ക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിത്തട്ടി എടുക്കാനായിട്ട് കുറേ പേര് നമ്മുടെ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ മോഡൽ ബ്ലൗസും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നോർമലായിട്ടൊരു ബ്ലൗസ് എങ്ങനെ അളവെടുത്ത്, അത് നമ്മുടെ ബൊമ്മക്കുട്ടിയുടെ അളവെടുത്തിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ബാക്ക് നെക്കൊക്കെ ഡിസൈനായിട്ട് ചെയ്യുന്ന ബ്ലൗസ് ഉണ്ടല്ലോ, വള്ളിയൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മളിത്തിരി യൂണീക്കായിട്ടിരിക്കാനായിട്ട് കുറച്ച് മോഡലായിട്ടൊക്കെ ചെയ്യണത്, അതുപോലത്തെ ബ്ലൗസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ ക്രോസ് കട്ട് ബ്ലൗസ്, ഫ്രണ്ടിൽ ക്രോസ് ആയിട്ട് വരുന്ന ബ്ലൗസ് ഇടാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബ്ലൗസുകൾ. പിന്നെ ഇപ്പോൾ കല്യാണ സാരി ആണെങ്കിലും മണവാട്ടികളുടെ സാരികളാണെങ്കിലും ബ്ലൗസിന് കൈക്ക് നല്ല പഫ് വന്നിട്ട് ഉള്ള ബ്ലൗസുകളാണ് തയ്ക്കുന്നത്. അപ്പോൾ ആ മോഡൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഓണ സെലിബ്രേഷനോ ക്രിസ്മസ് സെലിബ്രേഷനോ ഒക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ തയ്ച്ചു കൊടുക്കുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. പിള്ളേർക്ക്, ചെറിയ മക്കൾക്ക് അതാണ് നല്ലത്. ബോട്ടനൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. ആ മോഡലും കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയതുപോലെയല്ല, ഹുക്കും കൊളുത്തൊന്നും വെച്ചിട്ടല്ല ബ്ലൗസ് ചെയ്യണത്, എല്ലാം സിബ് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിബ് എങ്ങനെ ബ്ലൗസിൽ അറ്റാച്ച് ചെയ്യാം എന്നുള്ള കാര്യവും കൂടെ പറഞ്ഞു കൊടുക്കേണ്ട കേട്ടോ. പണ്ടല്ലേ കൊളുത്തും ഹുക്കും നൂലും ഒക്കെ തുന്നി, ഇപ്പോൾ ബാക്കിലൊരു സിബ് വെക്കും. നല്ല കറക്റ്റ് നമുക്ക് നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റും കേട്ടോ അങ്ങനത്തെ ബ്ലൗസൊക്കെ ആണെങ്കിൽ. ഇപ്പോഴത്തെ ഇൻവിസിബിൾ സിബൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഒട്ടും വിട്ടൊന്നും പോവില്ല, കറക്റ്റായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ അങ്ങനെ സിബ് വെച്ച ബ്ലൗസും തയ്ക്കാൻ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താണ്, ആർക്കെങ്കിലുമൊക്കെ ആ ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ 28-ാം തീയതിയാണ് കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. ഞാൻ 25-ാം തീയതിയാണ് ആദ്യം ചിന്തിച്ചിരുന്നത്. പിന്നെ ഡിസംബർ 25 ആലോചിച്ചപ്പോഴാണ് പഠിച്ചോനെ നമ്മുടെ ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും ബിസി ആയിരിക്കും, നമുക്ക് കേക്ക് മുറിക്കണം, ക്രിസ്മസ് ആഘോഷങ്ങളിൽ പോകണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും വന്നാൽ പോട്ടെ, 28-ാം തീയതി 2-3 ദിവസമായിട്ട് നീങ്ങിയലുള്ള. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ക്ലാസ്സിൽ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്രിസ്മസൊക്കെ എല്ലാം അടിച്ച് പൊളിച്ചതിന് ശേഷം എന്നെ ഒന്ന് കോൾ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് പറയാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ തയ്ച്ച. ചിലർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പോൾ അവർ സ്റ്റാർട്ടിങ് ബ്ലൗസൊക്കെയാണ് കാണിക്കണത്. പിന്നെ തയ്ച്ചതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് നിങ്ങൾ നോക്കണ്ട കേട്ടോ, അവർ ആദ്യമായിട്ട് തയ്ക്കുന്നതാണല്ലോ. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. എന്നാലും ഞാനത് തിരുത്തി അതിൻ്റെ കംപ്ലയിൻസൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതുപോലെയൊക്കെ തയ്ച്ചിട്ട് അവർ ഫോട്ടോ ഇട്ട് തരും. അപ്പോൾ ഞാൻ ഇങ്ങനെ അത് സൂം ചെയ്ത് നോക്കും. അതിന് നമ്മുടെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ അവരോട് പറയും, ഇത് അങ്ങനെ ശരിയാക്കണം ഇങ്ങനെ ശരിയാക്കണം എന്ന് പറയും. അപ്പോൾ അവർ പിന്നെ തയ്ച്ച് കാണിക്കുമ്പോൾ അത് ആ കംപ്ലയിൻസൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ തയ്ച്ച് കാണിക്കും. അപ്പോൾ എല്ലാവരും തയ്ച്ച് കാണിക്കണമെന്നില്ല, ചിലർക്ക് മനസ്സിലാക്കി എടുത്താൽ മതി എന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ കേട്ടോ സ്വയം മനസ്സിലാക്കി എടുത്താൽ മതി. കണ്ടോ, ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിലെ പിള്ളേർ തയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ ഇട്ടിട്ടുള്ള ഫോട്ടോസും കൂടെ എനിക്ക് ഇട്ട് തരാറുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് പബ്ലിക്കിൽ ഇട്ട് കൊടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പബ്ലിക്കിലേക്ക് ഇടാതിരുന്നത് കേട്ടോ. ഒത്തിരി സന്തോഷം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണ പോലെ തന്നെ കൈ പഫൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറയുമ്പോൾ അതുപോലെ ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും അളവെടുത്തിട്ട് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, അപ്പോൾ കൈ ഇത്ര ഇഞ്ചാണെങ്കിൽ എത്ര ഇഞ്ച് പഫ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടേ, ഇത് കുഞ്ഞ് പഫ് വെച്ചിട്ട് മോൾ ഭാഗത്ത് മാത്രം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ, അതായത് നമ്മുടെ എൽബോ വരെ ലെങ്ത്തായിട്ട് കുഞ്ഞ് പഫൊക്കെ വെച്ചിട്ടുള്ള മോഡൽ, ആ മോഡലാണ് കേട്ടോ ഇത് ചെയ്തേക്കണത്. എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ബ്ലൗസിന് ഞാൻ എൻ്റെ ഷോപ്പിൽ വാങ്ങിക്കുന്നത് 350 രൂപയാണ്. അതുപോലെ തന്നെ ലൈനിങ് ഇട്ട ബ്ലൗസിന് 600 രൂപയാണ് വാങ്ങിക്കുന്നത്. അതുപോലെ നമുക്ക് അർജൻറ്റ് ടൈമൊക്കെ ആണെങ്കിൽ, അർജൻറ്റ് ആവശ്യമുള്ളവരാണെങ്കിൽ അതനുസരിച്ച് ചാർജ് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ കട്ടോരി ബ്ലൗസ് ഇല്ല കേട്ടോ,
കട്ടൊരു ബ്ലൗസ് മാത്രം ഈ ഗ്രൂപ്പിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിയുള്ള എല്ലാ ബ്ലൗസുകളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ കയറാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്നെ സ്ക്രീനിൽ കണ്ട നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്.